വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. കുറെ നാളൊന്നും ആയില്ല നിങ്ങൾ എന്നെ കണ്ടിട്ട്. ബിക്കോസ് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പോലും എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. ബിക്കോസ് കുറെ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഫിയർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ആൻഡ് ഇപ്പൊ ഇതാ എഗെയിൻ വന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, കുറച്ച് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. മേക്കപ്പ്, സ്കിൻ കെയർ, ബോഡി കെയർ, അങ്ങനെ റാൻഡം ലിറ്റിൽ തിങ്സ് ആണ്. സം ആർ അഫോർഡബിൾ, സം ആർ ജസ്റ്റ് ക്യൂട്ട് ഫൈൻസ്. ഞാൻ ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, ഹായ്, ഐ എം ദിവ, വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പൊ ഇതിലുള്ള ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് കണ്ടു ഞെട്ടണ്ട. ഇതെല്ലാം, അതായത് മേക്കപ്പ്, സ്കിൻ കെയർ, ബോഡി കെയർ, ഇതെല്ലാം കൂടെ ഈ ഒരു സാധനത്തിൽ കുറച്ചേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തീർക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് എൻവൈബയുടെ ഈ സാധനം. അയ്യോ, അപ്പൊ നമ്മൾ പറഞ്ഞില്ല. നമുക്ക് ആദ്യം തന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ വീഡിയോസിൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു. ബട്ട് ഒരു ചേച്ചി ഇട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. ഇതിൽ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 04 സെക്സി സാംഗ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഞാൻ പേര് കൊടുത്തേക്കാം. ആൻഡ് ഇത് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. ഇതിന്റെ പാക്കേജ് തന്നെ നല്ല ഭംഗിയുണ്ട്. കണ്ട, ഞാനിപ്പോ ഇട്ടേക്കുന്നതും ആ ഒരു ഷെയ്ഡാണ്. നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഷെയ്ഡ്. അതുമല്ല, എന്താ, ഭയങ്കര മാറ്റ് ആയിട്ട് നല്ല രീതിക്ക് കിടക്കും, ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഷെയ്ഡ് വന്നിട്ട്. ഇത് ഞാൻ എവിടെ പോയാലും ക്യാരി ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. സെക്കൻഡ് പ്രോഡക്റ്റ് ഈ രണ്ട് ലൈനേഴ്സ് ആണ്, ലിപ് ലൈനേഴ്സ് ആണ്. ഇത് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. മില ബ്യൂട്ടി പൗട്ട് ഇറ്റ് ലിപ് ലൈനർ ആണ്. ഇത് രണ്ടും ഒരു ബ്രാൻഡിന്റെ തന്നെയാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഒരെണ്ണം 0 കാഡ്ബറി അങ്ങനെ കണ്ടോ പറഞ്ഞിട്ട്, ഞാൻ ഇതിന്റെ ലിങ്കും കൊടുത്തേക്കാം, അതിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം, ഷെയ്ഡും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പൊ ഇതാണ് ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഷെയ്ഡ് ഇതാണ്. അത് 12 കോള സോഡ എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷെയ്ഡ്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്, അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലിപ്സ്റ്റിക്കിൽ ലിപ് ലൈനർ യൂസ് ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്, കാരണം നന്നായിട്ട് സ്റ്റേ ചെയ്യും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ് ലൈനേഴ്സ് ആണിത്. ഇതിന്റെ ഷെയ്ഡാണിത്. എങ്ങനെയുണ്ട്? ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നാച്ചുറൽ ഫിനിഷ് വേണം, ഭയങ്കരമായിട്ട് തോന്നിക്കരുത്, ബോറാക്കി തോന്നിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് അടിപൊളിയാണ്. ഇത് ഭയങ്കര ലൈറ്റാ. ആൻഡ് ഷെയ്ഡ് കാണിച്ചു തരാം. ഉണ്ടാ, സെക്കൻഡ് പ്രോഡക്റ്റ് ഇതാണ്. സംസാരിച്ച് വരുമ്പോ വീട് ഭയങ്കര കൈവിട്ടു പോകുന്നു. അതിൽ നമ്മൾ കിടക്കുന്നത് ഈ ഒരു ലിപ് ഗ്ലൗസ് ആണ്. ഇതെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സാം എന്ന ബ്രാൻഡിന്റെ മോയ്സ്ചറൈസിങ് ലിപ് ടിന്റ് ഓയിൽ ആണ്. ഓക്കെ, ഒലിവ് ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ട് ഇതില്. പക്ഷെ എന്തുകൊണ്ടായാലും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട, ലിപ് ബാം ഇടണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാം, അടിപൊളിയായിരിക്കും. ഇത് നമ്മുടെ pH അനുസരിച്ച് നമ്മുടെ ലിപ്പ് നന്നായിട്ട് പളപളന്ന് തിളങ്ങും. അതായത് നല്ലൊരു, ഇതിപ്പോ എങ്ങനെയാ കാണിക്കുന്നതെന്ന് പറഞ്ഞൂടെ, ലിപ്സിലിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പോൾ തേർഡ് വൺ ഇതാണ്. നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ ഷോർട്ടായിട്ട് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞ് വീഡിയോന്റെ ലെങ്ത് കൂട്ടും. അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ആദ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പിന്നീട് മൈ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഇത്, സാമിന്റെ ഈ ഒരു ലിപ് ടിന്റ് ഓയിൽ. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു മാഴ്സിന്റെ സീറോ പ്രൈമർ ആണ്. ഇത് പോർട്ട് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത്
അത്യാവശ്യം നല്ലതാണ്. മേക്കപ്പിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ബേബി ക്രീമിന്റെ കൂടെ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ചില പ്രൈമർ ആണെങ്കിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത്ര ഓക്കെ ആവാറില്ല, പക്ഷെ ഓക്സിഡൈസ് ആയി പോകും. പക്ഷെ ഇതാണെങ്കിൽ അങ്ങനെയല്ല, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൈമറാണ്. ആൻഡ് ഇത് നമ്മുടെ മാഴ്സിന്റെ ആണ്. മാഴ്സിന്റെ അത്യാവശ്യം എല്ലാം നല്ല പ്രോഡക്ട്സ് ആണ്. ഇത് അടിപൊളിയായിട്ട് ബ്ലർ ആക്കുവേ. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ ഗെറ്റ് റെഡിയിൽ കണ്ടാലറിയാം, ഞാൻ ഈ നെറ്റിയുടെ പോർഷനിൽ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു സൂം ചെയ്ത്, പെട്ടെന്ന് ഇങ്ങനെ ബ്ലർ ആയ പോലെ. ആക്നെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ, കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്നില്ല. ഇവിടെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്, എനിക്ക് പിമ്പിൾസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈമറാണ്. നമ്മൾ മേക്കപ്പ് ഇട്ടാലോ ഓക്സിഡൈസ് ആവുകയോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണിത്. നെക്സ്റ്റ് പറയേണ്ടത് ഇതില്ലാതെ ഇപ്പൊ എന്റെ ജീവിതം ഇല്ലെന്ന് വേണം പറയാൻ. ബിക്കോസ് എനിക്കൊരു ഫൗണ്ടേഷൻ, കൺസീലർ ഇതൊക്കെ യൂസ് ചെയ്യണതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇത് ഇഷ്ടമായി. ചിലപ്പോൾ ഞാൻ ബാക്കി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമായിരിക്കും, എന്നാൽ പോലും എനിക്കിത് നല്ല ഇഷ്ടമായി. പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകണം, അപ്പൊ ഒരു ഇതിലാണെങ്കിൽ ചെറിയൊരു, അതായത് കുഞ്ഞൻ എമൗണ്ടിൽ എടുത്താൽ മതി, ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയെന്ന് വെച്ചാൽ അത്ര അടിപൊളിയാണ്. ലാസ്റ്റ് ചെയ്യും, പിന്നെ ഇടയ്ക്ക് ഓക്സിഡൈസ് ആയി പോവില്ല. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് എന്നെ പോലത്തെ സ്കിൻ, അതായത് എന്നെ പോലത്തെ സ്കിൻ ടൈപ്പ് അല്ലല്ലോ, എന്നെ പോലത്തെ സ്കിൻ ടോൺ ആണെങ്കിൽ നാച്ചുറൽ സെലക്ട് ചെയ്താൽ മതി. ബിക്കോസ് അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ബി ക്രീം, അതായത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ പരിപാടി ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ബി ക്രീം ധൈര്യമായിട്ട് മേടിച്ചോ. ഭയങ്കര നാച്ചുറൽ ലുക്കാണ്, ഡാർക്ക് ഒന്നും ആക്കൂല, ഓക്സിഡൈസ് ആവൂല, അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതും എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ഐ മേക്കപ്പില് കുറച്ച് പ്രൊഡക്ട്സിലോട്ടാണ്. ഫസ്റ്റ് വേണ്ടത് ഈ ഒരു എൻ വൈബയുടെ 2 പ്രോഡക്റ്റ് ആയി. എൻ വൈബയുടെ ഈ ഒരു കാജൽ അടിപൊളിയാണ്, ലാസ്റ്റും ചെയ്യും, അത്യാവശ്യം നല്ലതാണ്. അതിന്റെ ഇതിന്റെ കളർ കണ്ട, യെല്ലോ, ബ്ലൂ, എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആണ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. അയ്യോ, കണ്ട, ഒരു ജസ്റ്റ് ഒരു സ്വൈപ്പിൽ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ എടുത്ത് കാണിക്കും, അത്രയ്ക്ക് അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വരച്ചിട്ടില്ല, എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കാജൽ. കണ്ണ് നീറ്റലോ അങ്ങനെ പരിപാടിയൊന്നുമില്ല, ലാസ്റ്റും അത്യാവശ്യം ചെയ്യും, ഓക്സിഡൈസ് ആയി പോവില്ല എന്തായാലും. അപ്പൊ അങ്ങനെ ഒരു എൻവൈബയുടെ അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ മായ്സിന്റെ ഐലൈനർ. ബട്ട് ഇതെനിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഞാനിപ്പോ വരച്ചിട്ടുണ്ട്, കണ്ടോ, കൊള്ളാമോന്ന് ചോദിച്ചാൽ കൊള്ളാം, തിളക്കമുള്ളതാണ് ഇങ്ങനെ കണ്ണി വരയ്ക്കുമ്പോ. അത് മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ പാളി പോലെ ഇളകുന്ന പോലെ തോന്നും, പക്ഷെ എന്നാലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, ഓക്സിഡൈസ് ആവില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാണിച്ചു തരാം, കണ്ട, ബ്രഷ് ടൈപ്പ് അല്ല, ഇതൊരു മാർക്കർ പെന്ന് പോലെയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കും പറയാം, കണ്ട, ഇതൊരു മാർക്കർ ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ ചുരുങ്ങിപ്പോവും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമുണ്ട് ഇത്. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കീല് പോലെ കണ്ട, ഇങ്ങനെയാ വരുന്ന. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്നാലും ഓക്കെ പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര ഫേവറേറ്റ് അല്ല. നെക്സ്റ്റ് ഞാൻ റീപർച്ചേസ് ഒന്നും ചെയ്യൂല, അടുത്ത് വേറെ പ്രോഡക്റ്റ് നോക്കുള്ളൂ. മാഴ്സിന്റെ കൊള്ളൂല എന്നല്ല, ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, ഓക്സിഡൈസ് ആവൂല, പക്ഷെ വരയ്ക്കാൻ കുറച്ച് പാടാണ്. ഇനി നമുക്ക് പരിചയപ്പെടുത്താം നമ്മുടെ ബ്ലൂ ഹെവന്റെ ഒരു പ്രൊഡക്റ്റ്. ഇത് ഡീപ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മസ്കാരയാണ്. ഇത് അത്യാവശ്യം അടിപൊളി മസ്കാരയാണ്, അതായത് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുകയും ചെയ്യും, ലാസ്റ്റ് ചെയ്യും, നല്ല ബ്ലാക്ക് കളറാണ്. നമ്മുടെ ഐലാഷ് കുറച്ചും കൂടെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഇത് മസ്റ്റ് ഹാവ് ആയിട്ട്, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മസ്കാര എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് കണ്ണ് എഴുതിയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ണിന് എന്തോ ജീവൻ വെച്ചതുപോലെ ഫീൽ ചെയ്യും. പുറത്തുനിന്ന് കച്ചറുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ സ്ഥലം മാറി ഇവിടെ വന്നിരുന്നത്. എന്നാൽ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ബഹളം വെക്കുകയാണ് എൻ്റെ അമ്മ. ഓക്കെ,
അത് വിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മസ്കാര അടിപൊളിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ്. അടുത്ത മായ്സിന്റെ ഒരു പ്രോഡക്റ്റ്, ഇതെനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ വേണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐഷാഡോ പാലറ്റ്. ഇതിൽ തന്നെ നമുക്ക് ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, അത്യാവശ്യം ഗ്ലാമർ ലുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഉണ്ട്. അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമുള്ള എന്താ പറയാ, ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള ഐഷാഡോ പാലറ്റ് ആണിത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാലറ്റ് ആണ്. അഫോർഡബിൾ പ്രൈസ് ആണ്, ലാസ്റ്റ് ചെയ്യും, ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടും. ഇതില് ഓൾമോസ്റ്റ് എല്ലാ ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്. ഇതിന്റെ ലിങ്കും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ബട്ട് ഇത് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റ്. നമുക്ക് സ്കിൻ കെയറിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു സൺസ്ക്രീൻ, ഈ ഒരു സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം എത്ര പേർക്ക് നല്ല പ്രോഡക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ സ്കിന്നിന് നല്ല പ്രോഡക്റ്റ് ആണ്. ഇത് മമാഎർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ്. SPF 50 PA+++ ഉണ്ട്. നല്ല നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. മെയ്ഡ് സേഫ്, ഓയിൽ ഫ്രീ ലുക്ക് തരും. ശരിക്കും ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മേടിച്ചോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ചിലർക്ക് സ്യൂട്ട് ആവും. ഇത് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് യൂസ് ആക്കിയപ്പോൾ എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് സ്യൂട്ട് ആവുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്ത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് സ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഇത് കറണ്ട് എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. വേറെ ഞാൻ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി നോക്കും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും ഞാൻ മമാഎർത്തിന്റെ ആണ് കൂടുതൽ മേടിക്കാറ് സൺസ്ക്രീൻ. ഇനി മാറ്റി ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ആൻഡ് ഇതാണ് ഭയങ്കര ക്യൂട്ട് പാക്കേജ്. ആൻഡ് ഇതിന്റെ യൂസും നല്ല എന്താ അത്യാവശ്യം നല്ലതാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തോ ഒരു യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഉണ്ടായിരുന്നു. ആക്ച്വലി വാങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടാവും. അതിൽ ഇത്രയും യെല്ലോ പോർഷൻ ആയിരിക്കും. ആൻഡ് ഇത്രയും ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ബേസ് ആയിരിക്കും. ആൻഡ് ഇത് രണ്ടും കൂടെ ഇങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല സ്കിന്നിങ്ങനെ ക്ലിയർ ആവും, ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആവും. ആൻഡ് പിമ്പിൾസിന്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇല്ലേ, പിമ്പിൾസ് വന്നിട്ട് പോയാൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യും. പക്ഷെ ഇത് ഒരു 3 ബോട്ടിലെങ്കിലും യൂസ് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒരു ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇവിടെയൊക്കെയുള്ള പിമ്പിൾസ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഡാർക്ക് സ്പോട്ട്സ് ആണുള്ളത്, അതും മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്കിത് അത്രയും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് വേണമെങ്കിൽ വാങ്ങിക്കൂ. ഡബിൾ ഷോട്ട് റേഡിയൻ ലിഫ്റ്റ് സിറം ഹൈഫിന്റെ ആണ്. അതിൽ കുറെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. 11% മാൻഡ്രക്കോ അങ്ങനെ എന്താണ്ടൊക്കെ, ഞാൻ അതൊക്കെ കൊടുത്തേക്കാട്ടോ. പക്ഷെ അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് ഉറപ്പായിട്ടും എടുക്കുക. അതിന്റെ ഒരു വട്ടം നിങ്ങൾക്ക് സ്യൂട്ട് ആയില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. പക്ഷെ ഒട്ടും സ്യൂട്ട് ആവണമെങ്കിൽ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, വേറെ സിറംസ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എനിക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത ഒരു സിറമാണ്. ഫേസസ് കാനഡയിലെ സ്ട്രോപ്പ് ക്രീമാണ്. ആക്ച്വലി ഫാൻസിയില് സ്ട്രോപ്പ് ക്രീം വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് ബ്രാൻഡ്, അപ്പൊ ഫേസസ് കാനഡ ഓ എന്ന് പറഞ്ഞിട്ട് ആക്രാന്തം മൂത്തിട്ട് മേടിച്ചതാണ്. ഇതും സ്റ്റിൽ ഞാൻ ആ ഗെറ്റ് റെഡിയിൽ ഈ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാത്ത. അപ്പൊ ഇതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ്. ചിലരൊക്കെ ഇതിനെ പറ്റി ബാഡ് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്കറിയത്തില്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാനിത് BB ക്രീമിന്റെ ഒന്നില് സൺസ്ക്രീൻ്റെ കൂടെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ BB ക്രീമിന്റെ കൂടെയാണ് മിക്സ് ചെയ്ത് ഇടാറ്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ആക്കി നോക്കുക കേട്ടോ. നല്ല ഗ്ലോ സ്കിൻ വരും. പക്ഷെ ഭയങ്കരമായിട്ട് പിങ്കിഷ് ആയിട്ട് ഭയങ്കര ഇതാണെന്നല്ല, ഒരു നാച്ചുറൽ ആയിട്ട് ഗ്ലോ കിട്ടും. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു സ്ട്രോപ്പ് ക്രീമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും മേടിച്ച് നോക്കുക കേട്ടോ ഇതെല്ലാം. ഇനി പറയാനുള്ളത് ബോഡി കെയറിലെ സംഭവമാണ്. ഇത് നൈക്കയുടെ വണ്ടർലാസ്റ്റ് ബോഡി ലോഷൻ ആണ്. ഇതിന്റെ സ്മെല്ല് ഒരു മൈൽഡ് ആണ്. പക്ഷെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയണ്ടോ. പക്ഷെ ഞാനിത് ഓൾമോസ്റ്റ് തീർത്തു. എങ്ങനെയുണ്ട്? എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെ ഇത് ഓക്കെ പ്രോഡക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.
കാരണം ഞാൻ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഞാൻ അതിന്റെ റിസൾട്ട് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ മണം എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ ബോഡി വാഷ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഇതിനെക്കാട്ടിലും ഒന്നും കൂടെ എനിക്ക് ഇഷ്ടമുള്ള ബോഡി ലോഷൻ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ യാഡ്ലിയുടെ ഇംഗ്ലീഷ് റോസ് എന്ന് പറഞ്ഞിട്ട് പിങ്ക് കളറിൽ, ഒരു രക്ഷയില്ല ഗൈസ്. രാവിലെ ഞാൻ കോളേജിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും സ്റ്റിൽ വൈകുന്നേരം വരെ അതിന്റെ മണം നിൽക്കുമായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമുണ്ട്. അതായത് ഇങ്ങനെ പരക്കൊന്നല്ല, അടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആ റോസാപ്പൂന്റെ മണം വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബോഡി ലോഷൻ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇത് അത്രക്കില്ല. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ മണം അങ്ങോട്ട് പോവും. അങ്ങനെ ഒരു ബോഡി ലോഷനാണ്. ഞാൻ മൊത്തത്തിൽ തള്ളി പറയുന്നില്ല, എന്നാലും ഞാൻ അത്യാവശ്യത്തെ തീർത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ താരം ഈ ഒരു സാധനം. ഇത് പ്രൊമോഷൻ ഒന്നല്ല, നിങ്ങൾക്കറിയാലോ. ലോങ് വീഡിയോയിൽ പ്രൊമോഷൻ ചെയ്യാമോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട, ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അത്രയും ഫേമസ് ആയ ഒരു സാധനമാണ്. ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ആൻഡ് ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, വൈറ്റമിൻ ഇ, സി, എന്തോന്ന് സെമി അങ്ങനെ എന്തോ സാധനം, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, അതൊന്നും എനിക്ക് അറിയണ്ട. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോ പക്ക അടിപൊളി റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അത്യാവശ്യം ഡെഡ് സ്കിന്നൊക്കെ മാറ്റി തരും. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കും. വെളുപ്പിക്കുമെന്നല്ല, ബ്രൈറ്റ് ആക്കും. നല്ലൊരു ടെക്സ്ചർ ആക്കി തരും. അതായത് ഞാൻ കാലിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി. എന്നുവെച്ചാൽ ടാൻ ഒക്കെ മാറി. കാലിലുള്ള ടാൻ ഉണ്ട്, ഇങ്ങനെ ചെരുപ്പ് ഇട്ടിട്ട് അതിന്റെ ഇത്രയും ഇങ്ങനെ ടാൻ അടിച്ചിട്ട് അതൊക്കെ എനിക്ക് മാറി. അതുപോലെ തന്നെ എനിക്ക് ഇതിനോടുള്ള വിശ്വാസം കൂടി. അപ്പൊ ഞാൻ ഇത് എന്തായാലും റീപർച്ചേസ് ചെയ്യും. എന്റെ കറന്റ് ഫേവറേറ്റ് ആയി മാറി ഈ ഒരു സാധനം. സോ നമ്മുടെ പ്രൊഡക്ട്സ് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം എൻ്റെ ഒരു വിരല് കാരണമാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആവും വീഡിയോ. എനിക്ക് ഇത്ര മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. അതാണ് മെയിൻ കാര്യം. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ പ്രോഡക്റ്റ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്ക. അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞേക്ക. അപ്പൊ എല്ലാ വിശേഷങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞേക്ക. ഇനി ഇതല്ല, ഇതിനെക്കാട്ടിലും നല്ല പ്രോഡക്റ്റ് ഇതാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറഞ്ഞേക്ക. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഇമോജി എങ്കിലും കമന്റ് ചെയ്തേക്ക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.